വെൽക്കം ടു ഓൾ. ഇന്ന് നമ്മളെ ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ IND-AS 34 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അത് പറയുന്നത് ഇന്ററിം റിപ്പോർട്ടിംഗ് ആണ്. നമുക്കറിയാം, നമ്മൾ നോർമലി ഫോളോ ചെയ്യുന്നത് ആനുവൽ റിപ്പോർട്ടിംഗ് ആണ്. അതായത് ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുമ്പോൾ ആ കൊല്ലം ഇൻകർ ചെയ്ത എക്സ്പെൻസുകള്, അതുപോലെ തന്നെ ഇൻകമുകളൊക്കെ പ്രസന്റ് ചെയ്തിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതുപോലെ അക്കൊല്ലത്തെ ഫിനാൻഷ്യൽ പൊസിഷൻ കാണിക്കാൻ ബാലൻസ് ഷീറ്റ്, അതുപോലെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, അങ്ങനെ ഒരു വലിയ കുറേ സ്റ്റേറ്റ്മെന്റുകളുടെ ഒരു അക്യുമുലേഷൻ ആണ് എന്ത് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. പക്ഷെ ഈ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 34 പറയുന്നത് എന്താന്ന് വെച്ചാൽ കമ്പനീസ് ഇന്ററിം ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങും പുറത്തിറക്കണമെന്നാണ്. അതായത് ഇന്ററിം ഫിനാൻഷ്യൽ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 6 മാസത്തേക്ക്, അതായത് ഒരു ആനുവലിന് മുമ്പ് അതിനെക്കാട്ടിലും കുറഞ്ഞൊരു പീരീഡിലേക്കുള്ള റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യണം. 6 മന്ത് ഇപ്പോൾ 2 ഇന്ററിം റിപ്പോർട്ടുകൾ പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ ക്വാർട്ടറിലേക്ക് 3 മാസം കൂടുമ്പോൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ പ്രിപ്പയർ ചെയ്യുക. അങ്ങനെ പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഇന്ററിം റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ ദ പബ്ലിക്കേഷൻ ഓഫ് ഫിനാൻഷ്യൽ റിപ്പോർട്ട് യൂഷ്വലി അറ്റ് ദ എൻഡ് ഓഫ് 6 മന്ത് ഓർ 3 മന്ത്, അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ സെമി ആനുവലി പബ്ലിഷ് ചെയ്യുക, അല്ലെങ്കിൽ ക്വാർട്ടർലി പബ്ലിഷ് ചെയ്യുക. അതാണ് ഇന്ററിം റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ എക്കണോമിക് ഡിസിഷൻസ് എടുക്കുന്നത് എപ്പോഴും എന്താണ് ലേറ്റസ്റ്റ് ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇങ്ങനെ കമ്പനികൾ 6 മാസവും അല്ലെങ്കിൽ 3 മാസവും കൂടുമ്പോഴൊക്കെ ഫിനാൻഷ്യൽ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്താൽ ദേ ക്യാൻ റിലേ ഓൺ ദാറ്റ്. കാരണം ആനുവൽ റിപ്പോർട്ട് എന്ന് പറയുന്നത് എപ്പോഴും കഴിഞ്ഞു പോയതാണ്, അതൊരു കൊല്ലം മുമ്പത്തെ കാര്യമാണ്. അപ്പൊ അതിനെക്കാട്ടിലും അപ്ഡേറ്റഡ് ഇൻഫോർമേഷൻ ഉപയോഗിച്ചിട്ട് ഇൻവെസ്റ്റേഴ്സിനും ക്രെഡിറ്റേഴ്സിനും ഒക്കെ തീരുമാനങ്ങൾ എടുക്കാൻ ഇത് ഹെൽപ്പ് ആവുന്നുള്ള രീതിയിലാണ് ഈ സ്റ്റാൻഡേർഡ് ഇറക്കിയിരിക്കുന്നത്. ഇന്ററിം റിപ്പോർട്ട് ഒരിക്കലും കമ്പൽസറി അല്ല. ഇത് ഈ സ്റ്റാൻഡേർഡിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇന്ററിം റിപ്പോർട്ട് പ്രസന്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് മിനിമം കണ്ടന്റ്സ് പ്രസന്റ് ചെയ്യേണ്ടത്, എന്തൊക്കെ പ്രിൻസിപ്പിൾ ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എന്ന് വ്യക്തമാക്കാനാണ്. പിന്നെ സ്കോപ്പ് എന്ന് പറയുമ്പോൾ ഇത് എല്ലാ കമ്പനികളും ഈ ഇന്ററിം ഫിനാൻഷ്യൽ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യണമെന്നൊന്നും IND-AS 34 പറയുന്നില്ല. പക്ഷെ ആരൊക്കെയാണോ ഡെപ്റ്റ് അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർസ് പബ്ലിക്കലി ട്രേഡ് ചെയ്യുന്നത് അവരെന്ത് ചെയ്യണം, ഇന്ററിം ഫിനാൻഷ്യൽ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യണം. അതായത് ഒരു പബ്ലിക്കലി ലിസ്റ്റഡ് കമ്പനി വിച്ച് അക്വയർ ക്യാപിറ്റൽ ഫ്രം പബ്ലിക് ത്രൂ debt capital or through equity capital, they need to publish the interim financial report, otherwise it is not necessary. ഈ സ്റ്റാൻഡേർഡിനകത്ത് കുറച്ച് ഡെഫിനിഷൻസ് പറയുന്നുണ്ട്. എന്താണ് ഇന്ററിം ഫിനാൻഷ്യൽ റിപ്പോർട്ട് എന്ന് പറയുന്നത്? ഇന്ററിം ഫിനാൻഷ്യൽ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, അല്ലെങ്കിൽ എന്താണ് ഒരു കണ്ടൻസ്ഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഫോർ ആൻ ഇന്ററിം പീരീഡ്. ഒരു ചെറിയ കാലയളവിലേക്കുള്ള ആ കാലയളവിലെ കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആവാം. അതായത് നമ്മൾ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്ന പോലെ എല്ലാ സ്റ്റേറ്റ്മെന്റുകളും എല്ലാ ഇൻഫോർമേഷനും ആ 6 മാസത്തെ പ്രിപ്പയർ ചെയ്യും. അതല്ലെങ്കിൽ എന്താണ് ഒരു ബ്രോഡ് വ്യൂ, ആ 6 മാസത്തെ ഒരു കണ്ടൻസ്ഡ് ആയിട്ടുള്ള ഏറ്റവും മെറ്റീരിയൽ ഫാക്ടുകൾ മാത്രം ഡിസ്ക്ലോസ് ചെയ്തുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഇന്ററിം ഫിനാൻഷ്യൽ റിപ്പോർട്ട് എന്ന് പറയുന്നത്. പിന്നെ ഇന്ററിം പീരീഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫിനാൻഷ്യൽ പീരീഡ് ഷോർട്ടർ ദാൻ ഫുൾ ഫിനാൻഷ്യൽ ഇയർ. അത് ചിലപ്പോൾ ഹാഫ് ഇയർലി ആയിരിക്കാം, അല്ലെങ്കിൽ ക്വാർട്ടർലി ആയിരിക്കാം. എന്തായാലും ഫിനാൻഷ്യൽ ഇയറിനെക്കാട്ടിലും കുറഞ്ഞ പീരീഡ്, അതിനെയാണ് നമ്മൾ ഇന്ററിം പീരീഡ് എന്ന് പറയുന്നത്, ബിഫോർ ഫിനാൻഷ്യൽ ഇയർ. ഇനി എന്തൊക്കെയാണ് മിനിമം കോമ്പോണൻസ് ഇൻ ഇന്ററിം ഫിനാൻഷ്യൽ റിപ്പോർട്ട്? നമ്മൾ പറഞ്ഞു, ഒന്നില്ലെങ്കിൽ നമുക്കൊരു കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാം, സാധാ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ, അല്ലെങ്കിൽ നമുക്ക് കണ്ടൻസ്ഡ് മതി, ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ മാത്രം. അങ്ങനെയാണെങ്കിൽ മിനിമം ഇന്ററിം ഫിനാൻഷ്യൽ റിപ്പോർട്ട്സിനകത്ത് വേണ്ടത് കണ്ടൻസ്ഡ് ബാലൻസ് ഷീറ്റ്, കണ്ടൻസ്ഡ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, കണ്ടൻസ്ഡ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ച് ഇൻ ഇക്വിറ്റി, കണ്ടൻസ്ഡ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോ, സെലക്ടഡ് എക്സ്പ്ലനേറ്ററി നോട്ട്. എല്ലാതും ഒന്നും വേണ്ട, സെലക്ട് ചെയ്തിട്ടുള്ള ഏറ്റവും മെറ്റീരിയൽ ആയിട്ടുള്ള എക്സ്പ്ലനേറ്ററി നോട്ട്, അല്ലെങ്കിൽ എക്കണോമിക് ഡിസിഷൻ എഫക്ട് ചെയ്യാൻ പ്രാപ്തിയുള്ള ഇൻഫോർമേഷൻസ് ആണ് ഈ കണ്ടൻസ്ഡിനകത്തൊക്കെ ഉണ്ടാവുക. എന്താണ് ഫോം ആൻഡ് കണ്ടന്റ് ഓഫ് ഇന്ററിം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്? നമ്മൾ പറഞ്ഞു,
ഒന്നില്ലെങ്കിൽ എന്താണ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അവരെന്ത് ചെയ്യും ഇന്ററിം ഫിനാൻഷ്യൽ റിപ്പോർട്ടിനകത്ത് പ്രിപ്പയർ ചെയ്യും. അതെന്താണ് നമ്മുടെ ആദ്യത്തെ AS1 അതാണ് ഡിസ്ക്ലോഷർ ഓഫ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിനെ റിലേറ്റ് ചെയ്ത്. അപ്പോൾ അതിൽ പറയുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റും എല്ലാ ഇൻഫോർമേഷനും അവരെന്ത് ചെയ്യണം ഇന്ററിം ഫിനാൻഷ്യൽ റിപ്പോർട്ടായിട്ട് പബ്ലിഷ് ചെയ്യണം. ഇഫ് ദേ സേ ദാറ്റ് ദേ ആർ പബ്ലിഷിംഗ് കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, അല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം ഓൺലി കണ്ടൻസ്ഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അവരെന്ത് ചെയ്താൽ മതി എന്താണ് പ്രസന്റ് ചെയ്താൽ മതി. അപ്പൊ ഈ കണ്ടൻസ്ഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാന്ന് വെച്ചാൽ അവരെല്ലാ ഐറ്റംസും ആവണമെന്നൊന്നുമില്ല, എല്ലാ ഹെഡിങ്ങിന്റെയും സബ് ടോട്ടൽ. ഇപ്പൊ നമ്മള് കറണ്ട് അസറ്റ് അതിന്റെ ടോട്ടല്, ഫിക്സഡ് അസറ്റ് അതിന്റെ ടോട്ടൽ, അങ്ങനെ മതി. അല്ലെങ്കിൽ ഓരോ ബ്ലോക്ക് ഓഫ് അസറ്റിന്റെയും ടോട്ടൽ മതി, അല്ലാതെ ഓരോന്ന് ഇത്രയെന്ന് പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ മിനിമം നമ്മൾ എന്ത് ചെയ്യണം ആ ഓരോ ഹെഡിങ്ങിന്റെയും സബ് ടോട്ടൽ വേണം. പിന്നെ വരുന്നത് എന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട എക്സ്പ്ലനേറ്ററി നോട്ടുകൾ ഇൻക്ലൂഡ് ചെയ്യിക്കണം. പിന്നെ വരുന്നത് എന്താന്ന് വെച്ചാൽ എന്തെങ്കിലും ഒമിഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് അതിനകത്ത് എന്ത് ചെയ്യണം എക്സ്പ്ലെയിൻ ചെയ്യണം. പിന്നെ വരുന്നത് എന്താന്ന് വെച്ചാൽ ഡൈല്യൂട്ടഡ് ഏർണിംഗ്. നമ്മൾ പറഞ്ഞു ഡൈല്യൂട്ടഡ് ഏർണിംഗ്, അങ്ങനെ നമ്മൾ വല്ല പ്രിഫറൻസ് ഷെയർസോ അല്ലെങ്കിൽ വല്ല ഡിബഞ്ചേഴ്സ് ഒക്കെ ഇക്വിറ്റി ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്, അങ്ങനെ EPS കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യം നമ്മൾ അവിടെ സ്റ്റേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ വേണ്ടതാണ് അങ്ങനെയുള്ള മിനിമം റിക്വയർമെന്റ് വേണം. അതുപോലെ തന്നെ നമ്മൾ വേണ്ട കുറച്ച് മെറ്റീരിയൽ കാര്യങ്ങളും കൂടി ഡിസ്ക്ലോസ് ചെയ്യേണ്ടതുണ്ട്. അതൊക്കെയാണ് എന്തെങ്കിലും പോളിസീസിലോ അല്ലെങ്കിൽ മെത്തേഡ് ഓഫ് കമ്പ്യൂട്ടേഷനിലോ നമ്മൾ ഇതുവരെ നടത്തിയ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഉപയോഗിച്ച മെത്തേഡിൽ നിന്നും വ്യത്യസ്തത ഉണ്ടെങ്കിൽ ആ കാര്യം നമ്മൾ നോട്ടായിട്ട് കൊടുക്കണം. പിന്നെ വരുന്നതാന്ന് വെച്ചാൽ എന്തെങ്കിലും സൈക്ലിക്കൽ ആയിട്ട് അല്ലെങ്കിൽ സീസണൽ ആയിട്ട് എന്തെങ്കിലും ഓപ്പറേഷൻസോ പ്രോഫിറ്റോ എക്സ്പെൻസോ അറൈസ് ഉണ്ടെങ്കിൽ അതിന്റെ എക്സ്പ്ലനേഷൻ നോട്ട് കൊടുക്കണം. പിന്നെ വരുന്നത് എന്താന്ന് വെച്ചാൽ എന്തെങ്കിലും നേച്ചറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഐറ്റംസോ നമ്മുടെ അസറ്റിനെയോ ലൈബിലിറ്റിനെയോ ഇക്വിറ്റിനെയോ ക്യാഷ് ഫ്ലോനെ ഒക്കെ എഫക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ നോട്ടായിട്ട് കൊടുക്കണം. ഇതൊക്കെ ഇന്ററിം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ വേണ്ട മിനിമം കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും റീപേയ്മെന്റ് ഓഫ് ഡെപ്റ്റ് നടത്തേ അല്ലെങ്കിൽ എന്തെങ്കിലും ഇക്വിറ്റി സെക്യൂരിറ്റീസ് റീപേ ചെയ്യേ അല്ലെങ്കിൽ എന്തെങ്കിലും റീപർച്ചേസ് അല്ലെങ്കിൽ ബൈ ബാക്ക് അതൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഇന്ററിം സ്റ്റേറ്റ്മെന്റിൽ വ്യക്തമാക്കണം. അതുപോലെ തന്നെ ഡിവിഡൻഡ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിപ്പോ ഇക്വിറ്റി ഷെയർസിന് കൊടുത്ത ഡിവിഡൻഡ് ഇത്ര, പ്രിഫറൻസ് ഷെയർസിന് കൊടുത്ത ഡിവിഡൻഡ് ഇത്ര എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് നമ്മൾ ഇന്ററിം ഫിനാൻഷ്യൽ റിപ്പോർട്ടിൽ കാണിക്കണം. ഈവൻ അതൊരു കണ്ടൻസ്ഡ് ആണെങ്കിലും ഈ ഇമ്പോർട്ടന്റ് കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ കാണിക്കണം. അതുപോലെ തന്നെ സെഗ്മെന്റ് റവന്യൂ, സെഗ്മെന്റ് റിസൾട്ട് ഫോർ ഓപ്പറേറ്റിംഗ് സെഗ്മെന്റ് നമ്മൾ അവിടെ കാണിക്കണം. പിന്നെ വരുന്നതാണ് കണ്ടീജന്റ് ലൈബിലിറ്റീസ്, കണ്ടീജന്റ് അസറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കും. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. പിന്നെ അതിന് കുറച്ച് എക്സാമ്പിൾ ഒക്കെ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ നോട്ടിൽ എന്തൊക്കെയാണ്, അതായത് ഇൻവെന്ററിയുടെ റിട്ടേൺ ഡൗൺ വാല്യൂ, അതുപോലെ തന്നെ എന്തെങ്കിലും ഇമ്പയർമെന്റ് ഓഫ് പ്രോപ്പർട്ടി, ഇമ്പയർമെന്റ് എന്ന് പറഞ്ഞാൽ ഡിപ്രീസിയേഷന്റെ പുതിയ വാക്കാണ് കേട്ടോ. അതുപോലെ തന്നെ എന്തെങ്കിലും പ്രൊവിഷൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതുപോലെ അക്വിസിഷൻ ഓഫ് ഷെയർസ്, അതുപോലെ തന്നെ ഡിസ്പോസല്, പിന്നെ എന്തെങ്കിലും ലിറ്റിഗേഷൻ എക്സ്പെൻസ് വന്നത്, അതൊക്കെ എക്സാമ്പിൾസ് ആണ്. റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ, അതൊക്കെയാണ് ഇത് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണം എന്ന് പറഞ്ഞത്. പിന്നെ വരുന്നതാണ് ഇന്ററിം റിപ്പോർട്ടിംഗ് പീരീഡ് ആണ്. ഇന്ററിം റിപ്പോർട്ടിംഗ് പീരീഡിനകത്ത് നമ്മളെ ഇന്ററിം സ്റ്റേറ്റ്മെന്റുകൾ കണ്ടൻസ്ഡ് അല്ലെങ്കിൽ കംപ്ലീറ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പൊ അതിൽ എന്തൊക്കെ ഐറ്റം എന്ന് നമ്മൾ പറഞ്ഞു. ഇനി എന്തൊക്കെ വേണമെന്ന്, ബാലൻസ് ഷീറ്റ്, കണ്ടൻസ്ഡ് ബാലൻസ് ഷീറ്റ് വേണം. അത് കറന്റ് ഇന്ററിം പീരീഡിലും വേണം, തൊട്ട് മുമ്പുള്ള ആനുവൽ ബാലൻസ് ഷീറ്റ് വേണം പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഇയറിന്. പിന്നെ വരുന്നത് ഇൻകം സ്റ്റേറ്റ്മെന്റ്, അത് കറന്റ് ഇന്ററിം പീരീഡിൽ വേണം, തൊട്ട് മുമ്പുള്ളതും വേണം. അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ഷോയിങ് ചേഞ്ച് ഇൻ ഇക്വിറ്റി, അതും കറന്റ് പീരീഡിൽ വേണം, തൊട്ട് മുമ്പുള്ളതും വേണം. അതുപോലെ തന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, അത് നമ്മുടെ കറന്റ് ഇയർലിയും വേണം, കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഫോർ ഇയർ ടു ഡേറ്റ് പീരീഡും വേണം. അപ്പോൾ മിനിമം വേണ്ടത് ബാലൻസ് ഷീറ്റ്, P&L അക്കൗണ്ട്, ക്യാഷ് ഫ്ലോ, ചേഞ്ച് ഇൻ ഇക്വിറ്റി, അതൊന്ന് കണ്ടൻസ്ഡ്. പിന്നെ വരുന്നതാണ് മെറ്റീരിയാലിറ്റി. മെറ്റീരിയാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഇന്ററിം പീരീഡ് ഫിനാൻഷ്യൽ ഡാറ്റയ്ക്ക് അനുസരിച്ചാണ് നമ്മൾ മെറ്റീരിയാലിറ്റി
മെഷർ ഉണ്ട്. അതായത് നമുക്കറിയാം ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എല്ലാം ഇൻകർ ചെയ്ത് കഴിഞ്ഞു. സോ നമ്മൾ എല്ലാം ഇൻകർ ചെയ്തത് വെറുതെ മെഷർ ചെയ്താൽ മതി. ഇവിടെ അങ്ങനെയല്ല, നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ ഇന്നത് ഉണ്ടാവുന്ന ഒന്നും അല്ലാതെ 6 മാസം നടന്ന കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യാൻ പറ്റില്ല. വി ആർ മേക്കിംഗ് എസ്റ്റിമേഷൻ. അതാണ് നമ്മൾ അവിടെ കാണിക്കുന്നത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒമിഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മളവിടെ ഡിസ്ക്ലോസ് ചെയ്യണം അടുത്ത ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. പിന്നെ നമ്മള് എന്താന്ന് വെച്ചാ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഫോളോ ചെയ്യുന്ന സെയിം അക്കൗണ്ടിങ് പോളിസികൾ തന്നെ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇന്ററിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഫോളോ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ എന്താണ്, റവന്യൂ റിസീവ്ഡ് അല്ലെങ്കിൽ സീസൺ, നമ്മൾ റവന്യൂ സീസണലിയോ സൈക്ലിക്കലിയോ ഒക്കേഷണലിയോ എന്തെങ്കിലും റിസീവ് ചെയ്യണമെങ്കിൽ അതൊരിക്കലും നമ്മൾ ഇന്ററിംഗ് സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആന്റിസിപ്പേറ്റ് ചെയ്യാൻ പാടില്ല. ഓൺലി സർട്ടൈൻ ഐറ്റംസ് മാത്രം, അതായത് ഡിവിഡൻഡ് റവന്യൂ, റോയാലിറ്റി, ഗവൺമെന്റ് ഗ്രാന്റ്, അതൊന്നും നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്തിട്ട് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാൻ പാടില്ല. അത് കിട്ടിക്കഴിഞ്ഞാലേ നമ്മളത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ കാണിച്ചാൽ മതി. അതുപോലെ തന്നെ എന്താന്ന് വെച്ചാൽ യൂസ് ഓഫ് എസ്റ്റിമേഷൻ. ഞാൻ പറഞ്ഞു ഇന്ററിം റിപ്പോർട്ടുകളിൽ നമ്മൾ കൂടുതലും എസ്റ്റിമേഷൻ തന്നെയാണ് ഉപയോഗിക്കുക. കാരണം എല്ലാം മെഷർ ചെയ്യാനൊന്നും പറ്റില്ല. ഇനി എന്തെങ്കിലും പിന്നെ വരുന്നതാണ് റീസ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രീവിയസ്ലി റിപ്പോർട്ടഡ് ഇന്ററിം പീരീഡ്. വല്ല ഇന്ററിം പീരീഡിലും ചെയ്ത അക്കൗണ്ടിങ് പോളിസീസിൽ വല്ല മാറ്റം വരുത്തി അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ക്ലിയർ ആയിട്ട് കറണ്ട് ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യണം. ഇതൊക്കെ ജസ്റ്റ് തിയറട്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂലാണ്, വേഗം പറഞ്ഞു പോയിട്ട് ഇത്രേ മനസ്സിലാക്കേണ്ടതുള്ളൂ. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 34 ഇന്ററിംഗ് റിപ്പോർട്ടിംഗ് അല്ലെങ്കിൽ ഇന്ററിംഗ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. 2 തരത്തിൽ നമുക്കിത് എന്തിനു വേണ്ടിയിട്ടാണ്, ഇന്ററിംഗ് ഫിനാൻഷ്യൽ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള പ്രിൻസിപ്പിൾസ്, ഇതിന് മിനിമം സ്റ്റാൻഡേർഡ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ആണ്. പിന്നെ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം, 2 തരത്തിൽ വി ക്യാൻ പ്രിപ്പയർ ഇന്ററിംഗ് റിപ്പോർട്ട്സ്. ഒന്നെങ്കിൽ കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ കണ്ടൻസ്ഡ് ഫോമിൽ. കംപ്ലീറ്റ് സെറ്റ് ആണെങ്കിൽ പിന്നെ നമ്മൾ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 1 പ്രകാരമുള്ള എല്ലാ സ്റ്റേറ്റ്മെന്റുകളും സാധാ പോലെ ഓരോ ഐറ്റം നമ്മൾ കാണിക്കണം, ഓരോന്നിന്റെ എമൗണ്ട് കാണിക്കണം, എല്ലാം കാണിക്കണം, കണ്ടീജന്റ് ലൈബിലിറ്റി അതിന്റെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ഒക്കെ വെക്കണം. കണ്ടൻസ്ഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഓരോന്നിന്റെ സബ് ടോട്ടൽ കാണിച്ചാൽ മതി, അതുപോലെ മെറ്റീരിയൽ ആയിട്ടുള്ള നോട്ട്സുകൾ കാണിച്ചാൽ മതി. അങ്ങനെയുള്ള കാര്യങ്ങളാണുള്ളത്. അതിനകത്ത് ഇതൊക്കെയാണ് വരുന്നത്. പിന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് റീസ്റ്റേറ്റ് ചെയ്യണം. ചേഞ്ച് ഇൻ അക്കൗണ്ടിംഗ് പോളിസി ഉണ്ടെങ്കിൽ അത് പറയണം. പിന്നെ എപ്പോഴും നമ്മൾ എസ്റ്റിമേറ്റ്സ് ആണ് കൂടുതൽ യൂസ് ചെയ്യുക. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതോടുകൂടി ഞാൻ എടുക്കേണ്ട പോർഷൻ കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഇതിന്റെ ഇടയിൽ മിസ്സായത് ഹരിസാറാണ് വീഡിയോ തരിക. ഞാൻ സാറ് സപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച് തരും. നെക്സ്റ്റ് ഡേ മുതൽ ഞാൻ എന്ത് ചെയ്യും, നമുക്ക് പുതിയ സബ്ജക്ട് എടുത്ത് തുടങ്ങും നമ്മുടെ 4th സെമ്മിൽ. താങ്ക് യു. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സോ ഞാൻ എന്തെങ്കിലും ടോപ്പിക് എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പറയുക. താങ്ക് യു.